ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം പൂർത്തിയാകാൻ പോകുന്നു. യഥാർത്ഥത്തിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എവിടെയെങ്കിലും പള്ളിക്കകത്ത് കേസ് നടക്കുന്നുണ്ടോ? മദ്രസ പൂട്ടിയ കേസ് നടക്കുന്നുണ്ടോ? മുസ്ലിംമാരെ തച്ച കേസ് നടക്കുന്നുണ്ടോ? മുദരിസിനെ പിരിച്ചുവിട്ട കേസ് നടക്കുന്നുണ്ടോ? മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലുള്ളപ്പോഴെല്ലാം നമ്മുടെ മദ്രസകൾ പൂട്ടിയിട്ടുണ്ട്, പള്ളികൾ പൂട്ടിയിട്ടുണ്ട്, മുസ്ലിംമാരെ പിടിച്ച് അടിച്ചിട്ടുണ്ട്, മുത്തഅല്ലിമീങ്ങളെ പിടിച്ച് ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആത്മീയതയുടെ നിറകുടങ്ങളെ ആക്രമിക്കുക എന്ന മുനാഫിഖീങ്ങളുടെ ലക്ഷണം മുഴുവൻ, ഖവാരിജീങ്ങളുടെ ലക്ഷണം മുഴുവനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ സ്വീകരിച്ചപ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പ് കൂറ്റമ്പാറ ദാരിമി പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. അന്ന് നമ്മളും ഇത് കേട്ടിരുന്നു. മാത്രമല്ല കമൻറ്റുകളിലും മറ്റുമൊക്കെ വ്യാപകമായിട്ട് AP വിഭാഗത്തിൻ്റെ ആളുകൾ ഈ ഒരു കാര്യം എഴുതി വിടുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പള്ളികളിൽ പ്രശ്നങ്ങളില്ല, മദ്രസകളിൽ പ്രശ്നങ്ങളില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് വിചാരിച്ചത് ശരിക്ക് ഇപ്പോൾ APക്ക് പഴയ പോലെയുള്ള വിഭാഗീയതയും പ്രശ്നങ്ങളൊന്നും ഇല്ല, നിലവിലില്ല. ആ നിലക്ക് പ്രശ്നങ്ങൾ കുറഞ്ഞു വന്നു എന്നതല്ലാതെ ഗവൺമെൻറ്റിന് ഇതുമായിട്ട് വല്ല ബന്ധമൊന്നുമില്ല എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചില സംഭവങ്ങൾ, അവിടെ 2 വർഷത്തോളമായി ആ പള്ളിയിൽ പ്രശ്നം നടക്കുന്നുണ്ട്. പക്ഷേ ആ മഹല്ലുകാർ മാത്രം അറിയുന്ന പ്രശ്നമായിരുന്നു അത്. ഈ പോലീസ് വരുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലീസുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെ മര്യാദയില്ലാതെ പള്ളിയിൽ കയറി അങ്ങനെ ആക്രമിക്കുകയോ മറ്റൊന്നും ചെയ്യുന്ന ആളുകളല്ല. മറിച്ച് പോലീസ് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല പ്രഷർ വേണം. ഇങ്ങനെ പോലീസ് കയറി അടിച്ചു നിരത്തണമെങ്കിൽ ഒരു കമ്മിറ്റിക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടൊന്നും പോലീസ് വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നല്ല പ്രഷർ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, ആ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോടും ഞാൻ പരിപൂർണമായി യോജിക്കില്ല, മറിച്ച് ആ പറഞ്ഞ കാര്യങ്ങളിലും ശരിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണിത്. ഭരണം മാറി ഏതാനും മാസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഈ ഒരു സ്ഥിതിയാണെങ്കിൽ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ചില ആളുകൾ എഴുതി വിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ പോലീസിനെയും മറ്റൊക്കെ ഉപയോഗിച്ച് പള്ളിയിലും അമ്പലങ്ങളിലുമൊക്കെ കയറി നിരങ്ങാനുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ അവർ പിന്തുണക്കുന്ന ആളുകളുടെ പ്രഷർ മൂലമോ പോലീസിന് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾ ഈ ഭരണത്തെ തന്നെയാണ് വിലയിരുത്തുക. ഇതിനെതിരെ മുസ്ലിം ലീഗിൻ്റെ പ്രതിഷേധം കണ്ടു. പള്ളിയിൽ കയറി പോലീസ് നായാട്ട് നടത്തിയതിനെതിരെ മുസ്ലിം ലീഗ് ശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന ഒരു തലവാചകത്തിൽ ഒരു വാർത്ത കണ്ടു. അൽഹംദുലില്ലാ, അത് സ്വാഗതാർഹമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ നാട്ടിലെ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഉന്നതരായ പാർട്ടി നേതൃത്വം ഇടപെട്ട് അത് തടയുകയും പകരം ഇങ്ങനൊരു പ്രസ്താവന കൊടുക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊന്നും ഗുണകരമല്ല, നല്ലതല്ല എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അത് ഒരിക്കലും APK തമ്മിലുള്ളതോ മറ്റോ അല്ല, മറിച്ച് ആ നാട്ടിലെ കമ്മിറ്റിക്കാരും മഹാഭൂരിപക്ഷം വരുന്ന നാട്ടുകാരും തമ്മിലുള്ള പ്രശ്നമാണത്. ആ പ്രശ്നത്തിൻ്റെ ഹേതുകം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാരണവും അന്വേഷിച്ചിടത്തോളം ആ നാട്ടിൽ വന്നുകൂടിയിട്ടുള്ള ഒരു ഖത്തീബാണ്. അയാൾ അവിടുന്ന് ഒഴിഞ്ഞു പോയാൽ തീരുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. അയാളവിടെ അള്ളിപ്പിടിച്ച് നിൽക്കുകയും അയാളോട് പലപ്പോഴും പോകാൻ ആവശ്യപ്പെടുകയും നാട്ടുകാർക്ക് അയാളെ തൃപ്തിയില്ലാതിരിക്കുകയും ചെയ്തപ്പോൾ പലപ്പോഴും മസ്ലാഹത്ത് ശ്രമങ്ങളുണ്ടായിട്ട് അയാളെ വെള്ളിയാഴ്ച മാത്രം വരുത്തുക എന്നുള്ള ഒരു രീതിയായിരുന്നു മുമ്പ് സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ലെറ്റർ പേഡിലും മറ്റൊക്കെ കമ്മിറ്റി കൈമാറിയ കാര്യങ്ങൾ. പക്ഷേ അയാൾ അത് ലംഘിച്ചുകൊണ്ട് മൗലിദ് പരിപാടി കൂടി വന്നപ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അയാളെപ്പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പണ്ഡിത വേഷധാരികൾ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, ഇത്തരം പ്രശ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കരുത് എന്നാണ് പറയാനുള്ളത്. നമുക്കറിയാം, ഇരു വിഭാഗം സുന്നികൾ തമ്മിലായിരുന്നു വർഷങ്ങളായിട്ട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നത്. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ
രണ്ട് വിഭാഗത്തിൻ്റെയും ഇടപെടൽ മൂലം തന്നെ, നേതാക്കൾ ഇടപെടൽ മൂലവും അവരുടെ ചർച്ചകൾ മൂലവും കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഉദാഹരണമായിട്ട് നിങ്ങളൊരു ക്ലിപ്പ് നിങ്ങൾ കാണുക. രണ്ട് വിഭാഗവും തമ്മിൽ മൗലിദ് ആഘോഷിക്കുകയും ആ രണ്ട് വിഭാഗവും അടുത്ത വർഷം ഒന്നിച്ച് റാലി നടത്താൻ വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് നിങ്ങൾക്ക് ഈ ക്ലിപ്പിൽ കാണാൻ സാധിക്കുക. ഒരു വിളംബരമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച്, സുന്നികളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഐക്യത്തോടു കൂടെയുള്ള ഒരു വിളംബര ജാഥ എന്നൊരു ആശയം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങളൊപ്പം അതിന് ആമീൻ. നമ്മളെല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്, അതിൻ്റെ പ്രവർത്തകരാണ്, ഖാദിമീങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നസീർ സഖാഫ് നമുക്ക് സംയുക്തമായി ഞങ്ങൾ കൂടി ആലോചിച്ച് അതിനൊരു പ്രഖ്യാപിക്കുക എന്നുള്ള നിലക്കാണ് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. എല്ലാവരും തയ്യാറല്ല അതിന്? ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിന് മുന്നോടിയായി നമുക്കൊരു വിളംബര ജാഥ, നമ്മുടെ സുന്നികൾ ഒരുമിച്ച്, എല്ലാവരും ഒരുമിച്ച് ഇൻഷാ അല്ലാഹ് നമ്മളെ താനാളൂർ വട്ടത്താനി വരെയെങ്കിലും ഇൻഷാ അല്ലാഹ് സ്ഥലമൊക്കെ പിന്നെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് സംയുക്ത കമ്മിറ്റി ഉണ്ടല്ലോ, കമ്മിറ്റി അതിന്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലാവുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇത്തരം നല്ല പരിപാടികൾ, ആദർശ പ്രചരണങ്ങൾ, ഇതുപോലെ മൗലിദ് സദസ്സുകൾ, മൗലിദ് ജാഥകളൊക്കെ ഒന്നിച്ച് ആഘോഷിക്കുകയും നല്ല രീതിയിൽ അത് ഒന്നിച്ചു കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു നല്ല മനോഹരമായിരിക്കുന്ന സുന്നികളുടെ ഐക്യം, അത് നമ്മളെപ്പോഴും ആഗ്രഹിക്കണം. അത് ഭിന്നിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അവർക്കതുകൊണ്ടാണ് നേട്ടമുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയാതെ നമ്മളതിൻ്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വേദനാജനകമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. രണ്ട് സംഘടനകളായി, സംവിധാനങ്ങളായി എന്നതൊക്കെ ശരിയാണ്. ആ സംവിധാനങ്ങളും സംഘടനകളും നിലനിൽക്കെ തന്നെ നമുക്ക് യോജിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ യോജിക്കുക എന്നുള്ളത് തന്നെയാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് സുന്നി ഐക്യത്തിന് സമിതിയെ നിശ്ചയിച്ചുകൊണ്ടൊക്കെ നേതൃത്വങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അവർ നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അടിപിടികൾ ഉണ്ടാക്കാനോ ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, നേതൃത്വവും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമുക്കറിയാം, നേതാക്കൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിലുള്ള സൗഹാർദ്ദവും അവർ തമ്മിലുള്ള കുശലം പറച്ചിലുകളും മറ്റൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. അവരെപ്പോലെ തന്നെ അണികളും ആ സൗഹാർദ്ദം നിലനിർത്തുകയാണ് വേണ്ടത് എന്ന് ആണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.